ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ തിരുവാതിര നാളുകളിലൊക്കെ ഇത് തയ്യാർ ചെയ്യാറുണ്ട്. ഈ ചൂടുള്ള സമയത്തും ഏറ്റവും കഴിക്കാൻ ബെസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണിത്. കൂവ വിരകിയതാണ് ചെയ്യുന്നത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 കപ്പ് കൂവയാണ് എടുത്തിരിക്കുന്നത്, കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാലിലും ഇത് തയ്യാർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും ചിലർ ഉപയോഗിക്കാറുണ്ട്, കൽക്കണ്ടം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏത് വേണേലും നമുക്ക് ചെയ്യാം. അതേപോലെ കൂവപ്പൊടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് അല്ലാത്ത പാക്കറ്റുകൾ നല്ല ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു 3 കപ്പോളം വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കുറുക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് നട്ട്സും കിസ്മിസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ആദ്യം വേണമെങ്കിൽ നമുക്കൊന്ന് വറുത്ത് മാറ്റാം. നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകിയെടുക്കും. കോൺഫ്ലോറിനെ പോലെ തന്നെ പെട്ടെന്ന് കുറുകി കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ തിക്കായി കിട്ടുകയും ചെയ്യും. നമുക്ക് മെഡിസിനൽ പർപ്പസിലൊക്കെ കോൺഫ്ലോറിന് പകരം ഉപയോഗിക്കാം. ഇത് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. തേങ്ങ പാലായിട്ടോ അല്ലെങ്കിൽ തേങ്ങ കൊത്തിയിട്ടോ ഏത് രീതിയിൽ നമുക്ക് ചേർക്കാം. ഈ ചൂടുള്ള സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെഡിസിനൽ പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ശരീരത്തിന് താപം ക്രമീകരിക്കാൻ, അതുപോലെ തന്നെ യൂറിനറി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ചിലർക്ക് ഡയറിയ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഛർദി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ദഹിക്കാനും നല്ല ഒരു വിഭവമാണ്. പല രീതിയിലുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. അത് മധുരം ഒഴിവാക്കി കുറുക്കി കഴിക്കുക. അല്ലെങ്കിൽ ചപ്പാത്തി പോലെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചേർത്ത് കൂവപ്പൊടിയും കൂടി ചേർത്ത് ഉപയോഗിക്കുക. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറുകും. കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെയധികം ഗുണങ്ങളുള്ളതുകൊണ്ട് കുറച്ച് ഇതിന് വിലയും കൂടുതലാണ്. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുമെങ്കിൽ നമുക്കത് ഇതുപോലെ പൊടിയായിട്ട് കുറച്ച് തയ്യാർ ചെയ്യുന്ന, ഇപ്പോൾ ഇത് വേനൽക്കാലത്ത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. എല്ലാവരും തയ്യാർ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂവപ്പൊടിയും തയ്യാർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.